ഗെറ്റ് ടുഗദർ പാർട്ടിന്ന് ഇത്ര നേരത്തെ ഇറങ്ങണമായിരുന്നോ? ഫ്രണ്ട്സിനെയൊക്കെ എത്ര നാൾക്ക് ശേഷം കാണുന്ന. ഇപ്പൊ ഇറങ്ങിയില്ലേ അവനെ കാണാൻ പറ്റില്ല, അവൻ മുങ്ങും. നിനക്കറിയാലോ, എനിക്ക് ഈ ആൾക്കാർ ഉപദേശിക്കുന്ന അത്ര ഇഷ്ടമില്ലാത്ത പരിപാടി വേറെ ഒന്നുമില്ല. നീ അത്ര പുണ്യാളനൊന്നും ആവണ്ട, നീയും പണ്ടിങ്ങനെ കിളിപോയി നടന്നയാ. എന്നാലും നിന്റെ നോവൽ ബെസ്റ്റ് സെല്ലറായി, അതുകൊണ്ട് നിനക്ക് അവന്റെ വൈബൊക്കെ മനസ്സിലാവും. ശരിക്കും ഈ കിഷൻ എന്താ പ്രശ്നം? എടാ, അവന്റെ അമ്മ വിളിച്ച് എന്നും കരച്ചില്ല. അവന് ജോലിക്ക് പോകാൻ കഴിയല, ആരുടെയും കീഴിൽ പണിയെടുക്കാനും വയ്യ. എന്തോ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ ഒറ്റ ഇരിപ്പാ. എനിക്ക് മനസ്സിലാത്ത കാര്യമേ, നിങ്ങൾ രണ്ട് കാസ്റ്റ് അല്ലേ, അതൊന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ലേ? നീ അവനെ ഒന്ന് ഉപദേശിച്ച് സെറ്റാക്കിയാൽ മതി. ഞങ്ങളുടെ വീട്ടിൽ സീനൊന്നുമില്ല. നീ ആയിട്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഐ വിൽ ഷോ യു സംതിങ്. എന്താടാ? അതൊക്കെ ഉണ്ട്, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. നീ ഒരു ഡോക്ടറല്ലേ, ഈ ആർട്ട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറയാൻ പറ്റുമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ലേ? 500 വർഷം എടുത്തു മൈക്കലാഞ്ചലോ വരച്ച ഈ ആർട്ട് മനുഷ്യനെ ഡീകോഡ് ചെയ്തെടുക്കാൻ. ഇത് ശരിക്കും ഹ്യൂമൻ ബ്രെയിൻ ആണ്. ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ കഴിവ് അവിടെ നിന്നല്ല ഇവിടെ നിന്നാണെന്നാണ്. ഒരുപാട് പേര് ഇത്ര ഭ്രാന്തമായി ചിന്തിച്ചുകൊണ്ടാണ് ലോകം ഇത്രയും മനോഹരമായത്. ഇനി നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണർത്താൻ എൻ്റെ റിസർച്ച് പേപ്പറിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. എന്താണ് ഫ്രീ വിൽ? എനിബഡി? നമുക്കൊക്കെ ഇഷ്ടമുള്ള ഡിസിഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം. യെസ്, ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന അടുത്ത നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സർ, 7 ആണോ? ഓക്കെ. സാർ, അവനെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? സാറിന് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും എഴുതാലോ. എക്സാക്ട്ലി, യു കാൻ സേ ഇറ്റ് ബിക്കോസ് എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതാം, കാരണം അതെൻ്റെ ഫ്രീ വില്ലാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നു, ഫ്രീ വിൽ ഈസ് എ മിത്ത്. സാറ് പറയുന്നത് എല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നാണോ? നീ ഒന്നും മിണ്ടായിരിക്കും, തോക്കി കയറി വെടിവെക്കാതെ. 1720 ലോകത്തിലൊരു വൈറസ് ഔട്ട് ബ്രേക്ക് ഉണ്ടായി. ശേഷം 1820, 1920, പിന്നെ 2020 ഈ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് വന്നു. എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടായത്? വാട്ട്സ് ദ റീസൺ? നിങ്ങൾ ആസ്ട്രോണമി എന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ സ്യൂഡോ സയൻസ് അല്ലേ? ഈ നിങ്ങൾ ന്യൂമറോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ക്രിക്കറ്റ്, ഫുട്ബോൾ ടൂർണമെന്റ്സ് ഒക്കെ വരുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു പ്രഡിക്ഷൻ മെത്തേഡാണ്. സാർ, ഞാനിവിടെ ട്യൂഷന് വരുന്ന സാറിൻ്റെ ആദർശങ്ങളോടും ടാലൻറ്റിനോടുള്ള ബഹുമാനമൊക്കെ കൊണ്ടാണ്. എന്നിട്ട് സാറിനെ ഞങ്ങളിവിടെ അന്ധവിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. അരവിന്ദ്, നമ്മൾ ഇന്ത്യൻസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ നമ്മളതിനെ ആരാധിക്കും, അല്ലെങ്കിൽ നമ്മളത് അന്ധവിശ്വാസമാണെന്ന് പറയും. ഈ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സാർ, ഇത് മമ്മൂക്കയുടെ നമ്പറല്ലേ? അത് നിങ്ങൾക്ക്, പക്ഷേ ഇതൊരു ടെസ്ല കോഡാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി ആ നമ്പർ ചൂസ് ചെയ്തു? അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, വി ആർ ഇൻ എ ഗെയിം. അരവിന്ദേ, നിനക്കിഷ്ടമുള്ളൊരു 3 ഡിജിറ്റ് നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്തേ. ഇനി അവനെ പാസ് ചെയ്തേ. നീ അതിനെ സമ്മ് ചെയ്യേ. പുറകോട്ട് കൊടുത്താരേ. വാട്ട്സ് ദി ആൻസർ? സർ, 1357. സാറ് മെൻ്റലിസ്റ്റ് ആണോ? ഞാൻ മെൻ്റലിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ കാൽക്കുലേറ്റർ പ്രോഗ്രാംഡ് ആണ്. ഇതിൽ നിങ്ങൾ എത്ര തവണ ടൈപ്പ് ചെയ്താലും ആ ആൻസർ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ എത്രയൊക്കെ ഡെസിഷൻസ് എടുത്താലും അതെല്ലാം പ്രീ പ്ലാൻഡ് ആണ്. സാറേ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഡെബോറ എന്നൊരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി സാറ് പറയുന്ന പോലെ കറക്റ്റായിട്ടാണ് ഭാവി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സത്യവാ സാറേ, അവർ ഭാവി കറക്റ്റ് പറയും. നമ്മുടെ ഈ ടോപ്പിക്കൊക്കെ നമുക്കിനി അടുത്ത ദിവസം സംസാരിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കുക, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരും ആയി വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും.
നിങ്ങൾ ദബോറയെ അന്വേഷിച്ചാണോ വന്നേ? അതെ. ഇരിക്കൂ. നിങ്ങളാരാണ്? ഞാൻ ഏഞ്ചല. ഡെബോറ ഒരു പ്രൊഫറ്റിക് ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. ആ ലാംഗ്വേജ് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഡെബോറ ആ ലാംഗ്വേജാണ് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഡെബോറ പറയുന്നതെല്ലാം ഞാൻ വ്യാഖ്യാനിച്ചു തരും. ഹഷ്. മാം പറയുന്നത് യു ആർ നോട്ട് ദ ചോസൺ വൺ, യു ആർ ദ ഡെവിൾ. ഡക്കിഷേ, ഇതാണ് അർജുൻ. ഹായ്. ഹലോ. ഇരിക്കട്ടോ. ടീയോ കോഫി? ടീ. ടീ. ചേട്ടാ 2 ടീ. മറിയോ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അർജുനെ പറ്റി. അർജുനല്ലേ എന്തോ നോവലൊക്കെ എഴുതി അവാർഡൊക്കെ കിട്ടിയേ? അവാർഡൊന്നും കിട്ടിയില്ല, ഒരു ബുക്ക് ബെസ്റ്റ് സെല്ലറായി, അത്രേ ഉള്ളൂ. ഓ, അപ്പം കലാകാരനാണ് അല്ലേ? അങ്ങനെയൊന്നുമില്ല. കിഷ എന്തോ റിസർച്ചൊക്കെ ചെയ്യാമെന്ന് കേട്ടു. അത് ആക്ച്വലി ഞാനൊരു 3 വർഷമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. അതിപ്പം എന്താ ടോപ്പിക്കൊക്കെ? നമ്മൾ ഈ പറയല്ലേ നമുക്ക് ഫ്രീ വിൽ ഉണ്ടെന്ന്. പക്ഷേ ഈ ഫ്രീ വില്ലൊക്കെ ഒരു മിത്താണ്. അതായത് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കൺട്രോൾഡ് ബൈ ഹയർ ബീയിങ്സ് ആണ്. ഓഹോ, അപ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഫാൻ ബോയ് ആണല്ലേ? ഫാൻ ബോയ് ആണ്, പക്ഷേ ഇത് സൈഫൈ അല്ല. ഈ അനുനാക്കി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സുമേറിയൻ സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടോ? ഡഗിഷേ, അനുരാഗിയും സുമേരിയൻ സിവിലൈസേഷനും ഒന്നും നമ്മൾ ഗെയിമിലാണെന്നുള്ളതിന് തെളിവല്ലല്ലോ. ഡാ, പണ്ട് നിനക്ക് ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവലർ മെസ്സേജ് അയക്കില്ലായിരുന്നോ? അവനിപ്പോൾ എന്ത് ചെയ്യുന്നു? നീ എന്നെ കളിയാക്കിയതാണോ? കളിയാക്കിയതൊന്നുമല്ല, പിന്നെ അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ സംഭവിച്ചിട്ടില്ലേ? ഓ, അത് കൊള്ളാലോ. അതെന്താ സംഭവം? അതിപ്പം ഈ കോവിഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടാവുമെന്ന് പുള്ളി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പം 2022 വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകുമെന്നും പുള്ളി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. കൊള്ളാലോ. ഈ വർഷം കേരളത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഈ വർഷം മോഹൻലാലിൻ്റെ വമ്പിച്ച ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാം പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. അതെ, എനിക്കൊരു ചെറിയ അത്യാവശ്യമുണ്ട്. എനിക്ക് പെട്ടെന്നൊന്ന് പോകണമായിരുന്നു. നീ പോവാണോ? നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ അത്രയും ദൂരത്തുനിന്ന് വന്നേ. പ്രശ്നമില്ലല്ലോ, ഞാനേ ഒരു 5 മിനിറ്റ് മതി, ഇപ്പോൾ വരാം. Who's that in the deep, lurking in the shadow? Voices in the distance, leading me within. My conscience isn't working, tearing me apart. Isn't that the devil, or is it just my heart? Is this the reality? Look into my own self to find it's just a game. But what am I searching in the maze of life? Is life just a pool of lies? Am I just no one? Who am I? Is this the reality? Look into my own self
to find it's just a game. What am I searching in the maze of life? Is life just a pool of lies? Am I just no one? Welcome to the reality. സാർ ഒരു ഗെയിമിലായിരുന്നു, പ്രൊജക്ട് ഹ്യൂമൻ. സാറാണ് ആ ഗെയിം കണ്ടുപിടിച്ചത്. ഞാനിതിനു മുമ്പ് ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്. അവളുടെ വീട്ടിൽ വെച്ച്. സാർ, ഡെബോറ പ്രൊജക്ട് ഹ്യൂമന്റെ മന്ത്രമാണ്. അവളൊരു പവർഫുൾ പ്രോഗ്രാമാണ്. അവൾ എഴുതുന്നതും വായിക്കുന്നതുമാണ് ഇവിടുത്തെ ലാംഗ്വേജ്. അപ്പൊ നീ പറയുന്നത് എങ്ങനെയാ എനിക്ക് മനസ്സിലാകുന്നേ? സാർ, ഒരു AI സഹായത്തോടെ ഒരു യൂണിവേഴ്സൽ ട്രാൻസ്ഫോമർ ഇവിടെയുണ്ട്. അതുവഴി സാറിന്റെ ലാംഗ്വേജും എന്റെ ലാംഗ്വേജും ഷിഫ്റ്റ് ആവും. എന്നിട്ട് നിന്നെ കണ്ടിട്ട് മനുഷ്യനെ പോലെ ആണല്ലോ ഇരിക്കുന്നത്. സാർ, വി ആർ നോട്ട് ഹ്യൂമൻസ്, വി ആർ അനുരാഗീസ്. ഹ്യൂമൻസിന്റെ ദൈവവും പിശാചുമെല്ലാം സാർ തന്നെയാണ്. സാർ ഈ ഗെയിം കണ്ടുപിടിച്ചത് പോലും അനുരാഗീസിന്റെ ആർത്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ജീവിതത്തോടുള്ള ആർത്തി. സാർ, ഇവിടുത്തെ 5 മിനിറ്റ് അവിടുത്തെ 5 വർഷം പോലെയാണ്. സാർ, ഈ ബട്ടൺ നീക്കി കഴിയുമ്പോൾ സാറിന്റെ കോൺഷ്യസ്നെസ് ഷിഫ്റ്റ് ആവും. സാറിന്റെ റിയാലിറ്റിയിലുള്ള എല്ലാ ഓർമ്മകളും തിരിച്ചു വരും. മോനെ, ഞാനല്ലേ ഇതിന്റെ ഓണർ. നീ എന്നെ തിരിച്ചുവിട്, എനിക്കൊരു കുഴപ്പമില്ല. സാർ, യു ആർ എ ടേബിൾ. സാർ തിരിച്ചു വരാനുള്ള സെറ്റാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. സാർ തിരിച്ചു വന്നിട്ട് കോൺഷ്യസ് ആയ സാറിനെ കൊല്ലും. നീ എന്നെ പറ്റിക്കല്ലേ? ഞാൻ നിന്നെ കണ്ടുപിടിക്കുമെന്നായപ്പോ നീ എന്നെ നശിപ്പിക്കല്ലേ? Is this the reality? Look into my own self to find it's just a game.